ജീവിതം എന്നുള്ളത് എപ്പോഴും നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ സമാധാനമുണ്ടാകും, പെട്ടെന്ന് നമ്മെ തകർക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ അവിടെ കടന്നു വരും. പക്ഷെ നിങ്ങൾക്കറിയാമോ, നാം ഇന്ന് കടന്നു പോകുന്ന വഞ്ചനയിലൂടെയും വേദനകളിലൂടെയും ഒറ്റപ്പെടലിലൂടെയും 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ക്രിസ്തു എങ്ങനെ ആ സാഹചര്യങ്ങൾ നേരിട്ടു എന്ന് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നമുക്ക് ലളിതമായിട്ട് മറികടക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മൾ പലരും അനുഭവിക്കുന്ന ഒന്നാണ് ഒറ്റപ്പെടൽ എന്നുള്ളത്. അതായത് എല്ലാവരും ഉണ്ടായിട്ടും ആരും കൂടെ ഇല്ലാത്തതായ ഒരു അവസ്ഥ. പക്ഷെ നിങ്ങൾക്കറിയാം, യേശു ക്രൂശിൽ കിടന്നപ്പോൾ അനുഭവിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഒറ്റപ്പെടലായിരുന്നു. ആ സമയത്ത് യേശു തന്റെ പിതാവിനോട് ഉറക്കെ സംസാരിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു മനോഹരമായ പാഠം എന്നുള്ളത്, സങ്കടം വരുമ്പോൾ അത് ഉള്ളിൽ ഒതുക്കി വയ്ക്കാതെ ദൈവത്തോട് തുറന്നു പറയുവാനായിട്ട് നാം മനസ്സ് കാണിക്കണം. കാരണം നമ്മുടെ കണ്ണുനീരിനും നിലവിളിക്കും ദൈവസന്നിധിയിൽ വലിയ വില ഉണ്ട് എന്ന് വേദപുസ്തകം പറയും. മറ്റൊരു കാര്യം, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണയാകാം, അല്ലെങ്കിൽ കുറുക്കു വഴികൾ തേടാനുള്ള ഒരു ചിന്തയാകാം. പക്ഷെ യേശു അവിടെ ചെയ്തത് ദൈവവചനത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതായിരുന്നു. വചനമാണ് നമ്മുടെ പടവാളെന്ന് യേശു അതിൽ കൂടി നമുക്ക് മനോഹരമായിട്ട് കാണിച്ചു തരും. മറ്റൊരു കാര്യം, ജീവിതത്തിലെ തിരക്ക് പിടിച്ച സമയങ്ങളാണ്. അതായത് ക്ഷീണിച്ചു നിൽക്കുന്ന സമയത്ത് പോലും യേശു പ്രാർത്ഥനയ്ക്കായിട്ട് സമയത്തെ അവിടെ മാറ്റിവെച്ചു. സാധാരണ നമുക്ക് തിരക്ക് കൂടുമ്പോഴാണ് നാം പ്രാർത്ഥനയെ കുറയ്ക്കുന്നത്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ തിരക്കേറിയ സമയങ്ങൾ, ആ സമയത്താണ് നാം ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ളതായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നാം ആരെ വിശ്വസിച്ചുകൊണ്ട് അവർ നമ്മെ ചതിക്കുമ്പോൾ സാധാരണ നമുക്ക് ഭയങ്കരമായ ഒരു പക അവരോട് തോന്നാറുണ്ട്. എന്നാൽ തന്നെ ഒറ്റുകൊടുക്കാനായിട്ട് പോകുന്നവനാണ് കൂടെ ഇരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും യേശു യൂദാസിന്റെ പാദങ്ങൾ കഴുകി എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലല്ല, ദൈവം തന്നിൽ ഏൽപ്പിച്ച ദൗത്യം എന്താണ് എന്നതിലായിരുന്നു ക്രിസ്തുവിന്റെ അവിടെ ഒരു ശ്രദ്ധ മുഴുവൻ. ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ടപ്പോഴും പരിഹസിക്കപ്പെട്ടപ്പോഴും തനിക്കെതിരെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിച്ചത് മറ്റൊരു മനോഹരമായ ഒരു കാര്യമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം, യേശുവിന് ഇതൊക്കെ സാധിക്കും, നമുക്കെങ്ങനെ സാധിക്കും എന്ന്. യഥാർത്ഥത്തിൽ യേശു നടന്നത് നാം നടക്കുവാനായിട്ട് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ, ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ, അല്ലെങ്കിൽ തകർന്നു പോകുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക, ഇവിടെ യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഗോഡ് ബ്ലെസ് യു.